ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ടോപ്പ് 6 അതിനകത്തുള്ള ടോപ്പ് 6-ലെ ആൾക്കാർ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു സ്റ്റാർ സിംഗർ. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം ഒരുപാട് പേര് കണ്ടിട്ടുമുണ്ട്. എന്താന്ന് വെച്ചാൽ നെവിന്റെ തഗ്, അതുപോലെ തന്നെ അനുമോളുടെ പെർഫോമൻസ്, ഇതെല്ലാം ആ കണ്ടവർക്കറിയാം എത്രമാത്രം നല്ലതായിരുന്നു എന്നുള്ളത്. അവിടെ സ്കോർ ചെയ്തത് അനുമോളും നെവിനുമായിരുന്നു. അതിൽ അനുമോൾക്ക് ചിത്ര ചേച്ചി ഒരു സമ്മാനവും കൊടുത്തിരുന്നു. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ തന്നെ എനിക്ക് പറയാനുള്ളത് കർമ്മ എന്നുള്ളതാണ്. എന്താ വെച്ചാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്ന ഒരു ടാസ്ക്, ആ ടാസ്ക് സംബന്ധിച്ച് അതിൽ അനുമോൾക്ക് ലോട്ടറി അടിച്ചതും. അപ്പം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ആദ്യമേ നമുക്ക് കർമ്മയിൽ തുടങ്ങാം. ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, മാരുതിയുടെ കാർ ടാസ്ക്. ആ കാർ പരിചയപ്പെടുത്തുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ ബിഗ് ബോസ് ആവശ്യപ്പെട്ടപ്പോൾ ടീമായിട്ട് തിരിയാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ 2 ടീമുകൾ തിരിഞ്ഞു. ഈ 2 ടീമിലും ഉള്ളവർ പറഞ്ഞത് അനുമോളെ എടുക്കാൻ ആരും തയ്യാറല്ലായിരുന്നു. അനുമോളെ ജഡ്ജാക്കി. അവർ പ്ലാൻ ചെയ്ത് തന്നെ അനുമോളെ ജഡ്ജാക്കി. നിങ്ങൾക്കറിയായിരിക്കും ആ ടാസ്ക്. എന്തായാലും ഞാൻ അത് ഈ സൈഡിലോട്ട് ആ ടാസ്ക് വെക്കാം. ഈ ടാസ്കിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം, അവിടെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനുമോളാണെങ്കിൽ അവിടെ കാണിക്കുന്ന ഷോയാണ് ഈ കാണുന്നത്. എന്ന് വെച്ചാൽ അവിടെ അനുമോളെ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ അനുമോള് മാറി നിൽക്കാൻ തയ്യാറായില്ല. ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനുമോളുടേതായ പെർഫോമൻസ് അനുമോൾ അവിടെ കാഴ്ചവെച്ചു, ആ കാറിന്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ. അപ്പം കർമ്മ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേ കാറാണ് അനുമോൾക്ക് ഫൈനലിൽ സമ്മാനം കിട്ടിയത് എന്നുള്ളതാണ്. ഇവരെല്ലാവരും മാറ്റി നിർത്തിയപ്പോഴും അവിടെ അനുമോള് ചങ്കൂറ്റത്തോടു കൂടി ആ ടാസ്കിൽ പെർഫോം ചെയ്തു. നമ്മളെല്ലാവരും കണ്ടതുമാണ്. എന്നുവെച്ചാൽ പ്ലാനിങ്, എന്നുവെച്ചാൽ അവിടെ ഒരു ഗ്രൂപ്പ് ആയിരുന്നല്ലോ. അവർക്ക് അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അനുമോളെ മാറ്റി നിർത്തിയത്. ഇപ്പോൾ എന്തായാലും അന്ന് തന്നെ അനുമോൾ ആ സ്ക്രീൻ സ്പേസ് കൊടുത്തിരുന്നു. ഇപ്പോൾ ഇതേ കാർ തന്നെയാണ് അനുമോൾക്ക് സമ്മാനമായി കിട്ടുന്നത് എന്നറിയുമ്പോൾ അതൊരു കർമ്മ തന്നെയല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമന്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, ദൈവം ഒരാൾക്ക് ഒരു സാധനം കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ആര് എതിർത്തെന്ന് പറഞ്ഞാലും, ആരെത്ര തള്ളി നിർത്തിയെന്ന് പറഞ്ഞാലും അത് അവർക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഇത്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്റ്റാർ സിംഗർ പരിപാടിയിലേക്ക് അനുമോളെയും അതുപോലെ തന്നെ ടോപ്പ് 6-ലുള്ളവരെ എല്ലാം ക്ഷണിച്ചിരുന്നു. അതിന്റെ ആങ്കറായിട്ട് വന്ന മിഥുൻ ആണെങ്കിൽ കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അനുമോളെ കുറിച്ച് തന്നെ. അനുമോൾ എന്തുകൊണ്ട് വിന്നറായി എന്ന് വരെ അവിടെ മിഥുൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നെവിന്റെ പെർഫോമൻസ്, ഇതൊക്കെ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ, കണ്ടവർക്ക് അറിയാം. അപ്പൊ അതിൽ ചിത്ര ചേച്ചി ആണെങ്കിൽ അനുമോൾക്ക് ഒരു സമ്മാനം കൊടുത്തിരുന്നു, ഒരു ഡയമണ്ട് റിങ്. ആ റിങ്ങിനെ കുറിച്ച് കുറച്ച് പേര് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ അടിച്ചു വിടുന്നത്, അത് അനുമോള് സമ്മാനം വേണമെന്ന് പറഞ്ഞ് അവിടെ ശാഠ്യം പിടിച്ചപ്പോൾ ചിത്ര ചേച്ചി കൊടുത്തതാണ്. ഓക്കെ, അത് വാങ്ങിച്ചത് മോശമായി പോയെന്ന് പറയുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ചിത്ര ചേച്ചി ഒരിക്കലും എടുത്തു ചാടി ഒന്നും ഒരു സമ്മാനം കൊടുക്കത്തില്ല. എന്താന്ന് വെച്ചാൽ ചിത്ര ചേച്ചിയും ഈ ബിഗ് ബോസ് കണ്ടിരിക്കാം. എന്റെ ഒരു ഇതാണ്, ചിത്ര ചേച്ചി ഉറപ്പായിട്ടും ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. അനുമോൾക്ക് അത് അവിടെ വെച്ച് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഷോ കഴിയുമ്പോഴത്തേക്ക് അനുമോൾക്ക് എന്തെങ്കിലും സമ്മാനമായിട്ട് അത് കൊടുത്തേനെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തേനെ. അവിടെ ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ, നെവിനും ഈ പറയുന്ന അനുമോളും കൂടി ക്രീം ബന്ന്, അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിത്ര ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. ആ ക്രീം ബന്നാണ് അവർക്ക് ടാസ്ക് ആയിട്ട് കൊടുത്തിരുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്നുള്ളത്. എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഇതൊരു മത്സരമാണെന്ന് ചോദിച്ചപ്പോൾ സമ്മാനം തരാമെന്ന് മിഥുൻ പറഞ്ഞത് കൊണ്ടാണ് അനുമോൾ അതൊരു മത്സരമായിട്ട് എടുക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ക്രീം ബന്നുകൾ കഴിക്കുകയും ചെയ്തു. അതിനകത്ത് 4 ക്രീം ബന്ന് വീതം രണ്ടുപേരും കഴിച്ചെങ്കിലും കുറച്ച് കൂടുതൽ കഴിച്ചത് അനുമോളായിരുന്നു. ഇനിയും കൂടുതലും അനുമോള് കഴിച്ചേനെ. അപ്പോൾ നെവിന്റെ അവിടുത്തെ ആക്ഷനൊക്കെ കാണാൻ നമുക്ക് വളരെ രസം ഉണ്ടായിരുന്നു. എന്നിട്ട് നെവിൻ പറയുന്നുണ്ട് ഇത്ര ആക്രാന്തം പാടില്ല എന്ന് അനുമോളോട് പറയുന്നുണ്ട്. ഫുഡിനോട് ആക്രാന്തമില്ലാത്ത ഒരാളാണ് ഇത് പറഞ്ഞത്. അതെല്ലാം ഫണ്ണാണ് കേട്ടോ. ഫണ്ണായിട്ട് തന്നെയാണ് ആ പ്രോഗ്രാം ഇവർ രണ്ടുപേരും കൂടെ കൊണ്ടുപോയത്. ഇവർ രണ്ടുപേരും നല്ല കണ്ടന്റ് മേക്കർ ആണെന്നുള്ളതിന് തെളിവ് തന്നെയാണ്. സ്റ്റാർ സിംഗറിലും ഇവർ പോയിട്ട് നല്ല അത്യാവശ്യം നല്ല കണ്ടന്റുകളെല്ലാം കൊടുത്തിരുന്നു. ബാക്കിയുള്ള ഷാനവാസ്, നൂറ, അതുപോലെ തന്നെ അനീഷ്, ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അവരെയൊക്കെ സൈഡിലാക്കിക്കൊണ്ട് ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് അവിടെ കൊടുത്തത്. ഇവർ രണ്ടുപേരും വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വൈബാണ്, എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും, കണ്ടന്റ് ആയിട്ട് കിട്ടും. അത് ബിഗ് ബോസ് ഹൗസിനകത്തും അങ്ങനെ ആയിരുന്നല്ലോ. അതിനുശേഷം ഇതിനോട് അനുമോൾ ചോദിക്കുന്നുണ്ട് സമ്മാനത്തെ കുറിച്ച്. നമുക്ക് അതൊന്ന് കേൾക്കാം. അതിനെ ഫണ്ണായിട്ട് തന്നെയാണ് അനുമോൾ ചോദിക്കുന്നത്. അല്ലാതെ അനുമോൾക്ക് എന്തെങ്കിലും ചെറിയ പ്രൈസ് കൊടുത്താലും അനുമോൾ വാങ്ങിച്ചേനെ.
അപ്പോൾ അങ്ങനെ പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് അനുമോൾ അവിടെ ഗെയിമിലേക്ക് നല്ല സീരിയസ് ആയിട്ട് എടുത്തത് എന്ന് പറഞ്ഞാലും ചെറിയ സമ്മാനമാണെങ്കിലും അനുമോൾ അത് സ്വീകരിച്ചേനെ. അപ്പൊ ഏതൊരു മത്സരമാണെങ്കിലും അതിനൊരു ഊർജം വരണമെങ്കിൽ സമ്മാനം കൊടുക്കണമല്ലോ. അങ്ങനെയാണ് ആ മത്സരം കഴിഞ്ഞതിന് ശേഷം അനുമോള് ഈ പറഞ്ഞ മിഥുനോട് ചോദിക്കുന്നത്. നമുക്ക് അതൊന്ന് കാണാം. നെവിൻ 3 കഴിച്ചു, അനുമോള് 4ാമത്തത് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ പകുതിയാക്കി. വേണമെങ്കിൽ അതും കഴിഞ്ഞ് കഴിക്കുമായിരുന്നു, നിർത്താൻ പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. ഇത്രയ്ക്ക് ആദ്യ പാടില്ല, നാളില്ലാത്തവൻ. ഒരു മത്സരം ഉണ്ടെങ്കിൽ അനുമോൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് ജയിക്കാം. സമ്മാനം കിട്ടുന്നു പറഞ്ഞാൽ മാത്രമാണ് സമ്മാനമായി അടുത്ത മത്സരാർത്ഥിയുടെ പാട്ടങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. ഇങ്ങോട്ടും നോക്കണ്ട, നീയല്ലേ പറഞ്ഞ സമ്മാനം ഉണ്ടെന്ന് കൊടുത്താൽ മതി. അവൾ ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് സന്തോഷിക്കുന്നത്. സമ്മാനം കൊടുക്കുക, വേഗം കൊടുക്കുക. നമുക്ക് കാര്യം ചെയ്യാം. കണ്ടിന്യൂ. നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോ. ഇത് ജസ്റ്റ് ഫണ്ണാണ് കേട്ടോ. ആ ഫണ്ണായിട്ട് തന്നെയാണ് അനുമോൾ ചോദിക്കുന്നതും. വേറൊന്നുമില്ല, അനുമോൾക്ക് കിട്ടുമോ കിട്ടത്തില്ല എന്നൊന്നും അറിയത്തില്ല. എന്നാലും അനുമോൾ അത് സീരിയസ് ആയിട്ട് എനിക്കിപ്പോ ഇത് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് പിണങ്ങി പോയേക്കുമെന്നൊന്നും പറയുന്നില്ല. അവിടെ മിഥുനും അതൊക്കെ ഫണ്ണായിട്ടാണ് എല്ലാവരും അവിടെ ഫണ്ണായിട്ട് എടുത്തേക്കുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും അനുമോളുടെ പുറകിൽ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇനി ചിത്ര ചേച്ചി അവിടെ എന്താണ് ആ സമയത്ത് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിത്ര ചേച്ചി ഒരിക്കലും ചുമ്മാതെ ഒരു ഡയമണ്ട് മോതിരം ചുമ്മാ അങ്ങ് ഊരി കൊടുക്കുമോ? അതൊന്നുമല്ല. അനുമോളുടെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ്. ഈ ഗെയിം അല്ല, ബിഗ് ബോസിലെ ഗെയിം. എനിക്ക് 100% ഉറപ്പാണ് ചിത്ര ചേച്ചി ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ചേച്ചി എന്റെ അവസ്ഥ കണ്ടിട്ട് ചേച്ചി കൈ കിടന്ന ഡയമണ്ട് മോതിരം ഇത് ഞാനിടുന്നല്ല. കറക്റ്റ്. ഇതിനുശേഷം മിഥുൻ ബാക്കിയുള്ള 5 കണ്ടസ്റ്റൻസിനെയും, അതായത് ബിഗ് ബോസിൽ മത്സരിച്ച 5 കണ്ടസ്റ്റൻസിനെയും പേരെടുത്ത് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അനുമോള് എത്രമാത്രം നല്ല ഗെയിമർ ആയിരുന്നു എന്ന് ഇവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ മിഥുൻ എന്ന് പറയുന്ന ആള്, എനിക്ക് ബിഗ് ബോസ് ഷോ നമ്മളെല്ലാം കാണുമ്പോഴും അതിനെക്കുറിച്ച് റിവ്യൂസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ഒക്കെ ഇടുന്ന ആളാണ്. റിവ്യൂ നല്ല ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ കുറിച്ചും അതിന്റെ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തുന്ന ആളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരെല്ലാവരും ബിഗ് ബോസ് കാണുന്നവർ തന്നെയാണ്. ചുമ്മാതെ ഒന്നുമല്ല ചിത്ര ചേച്ചി അവിടെ ഡയമണ്ട് മോതിരം കൊടുത്തത്. ഇനി അത് കണ്ടിട്ട് കരയുന്നവർക്ക് ഇരുന്ന് കരയാം. എന്തായാലും അനുമോളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഹേറ്റേഴ്സിന്റെ മെയിൻ പരിപാടി കടന്ന് കരയുകയാണല്ലോ. എന്നാലും അവർ അംഗീകരിക്കത്തില്ല. നല്ലത് കണ്ടാൽ പോലും അതിനെയും അത് വേറെ രീതിയിൽ ചിത്രീകരിക്കാനാണ് അവര് ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് മിഥുൻ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. നിങ്ങളെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. ഈ അനുഭവമൊപ്പമാണല്ലോ നിങ്ങൾ 100 ദിവസം 100 സെക്കൻഡ് നിൽക്കാൻ പറ്റിയില്ല എനിക്ക്. ആ കുട്ടിയോട് മത്സരിച്ചാണ് നിങ്ങൾ തോറ്റത്. തോൽവിയുള്ളത് വലിയൊരു ജയമാണ്. അത്രയും നല്ല ഗെയിമർ ആയിരുന്നു അനുമോൾ എന്നാണ് അവിടെ മിഥുൻ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം 85% കണ്ടന്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കൊടുത്ത ആളാണ് ഈ അനുമോള്. ബാക്കി ആരും അങ്ങനെ കണ്ടന്റ് കൊടുത്തിട്ടില്ല. അപ്പം അതിനെ പോലും മനസ്സിലാക്കാതെ കുറെ പേര് ഇപ്പോഴും ഇന്ന ആളായിരുന്നു വിന്നർ ആവേണ്ടത്, ഇന്ന ആളായിരുന്നു വരേണ്ടതെന്ന് പറഞ്ഞിട്ട് കരയുന്ന കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ ബോധവും പൊക്കണവും ഒക്കെ ഉള്ളവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഈ ഷോ 24/7 കണ്ടവർക്കും അതുപോലെ തന്നെ എപ്പിസോഡ് കൃത്യമായിട്ട് കണ്ടവർക്കും അറിയാം ആരാണ് വിന്നർ ആകേണ്ടിയിരുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര യങ് ഷോ ആണല്ലോ. കാരണം വെച്ചാൽ അതിനകത്ത് പറയുന്ന എലമെന്റ്സ് ആണെങ്കിലും അത് കൊടുക്കുന്ന മെസ്സേജുകളാണെങ്കിലും അത് മുന്നിലോട്ട് കൊണ്ടുവരാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ യങ് ഷോ ആണ്. അനു അതിൽ കൊണ്ടുവന്നു. എനിക്കോട് അനു അതുപോലെ തന്നെ ഷാനവാസിന്റെ കാര്യം അതിനകത്ത് പറയേണ്ടതുണ്ട്. അനു അതിനകത്ത് കൊണ്ടുവന്നത് ഒരുപക്ഷെ അനുവിനെ സീരിയലിലൂടെ മറ്റ് ഷോസിലൂടെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് അമ്മമാരെയും കൂടി അനു അതിനകത്ത്, മാത്രമല്ല അച്ഛന്മാരും ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒരു വലിയ ഓഡിയൻസിന് അനു അതിലേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അനു ഓൾ ടുഗദർ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ബീയിങ് ദ വിന്നർ. അപ്പം ഇതൊന്നും കേൾക്കുമ്പം ഹേറ്റേഴ്സിനൊന്നും ഇഷ്ടപ്പെടത്തില്ല. പ്രത്യേകം അനുമോളോട് മത്സരിച്ച കുറെ കണ്ടസ്റ്റൻസ് ഇപ്പോഴും വെളിയിൽ നിന്ന് കരയുന്നുണ്ടല്ലോ, അവർക്കൊന്നും ഇതങ്ങോട്ട് ദഹിക്കത്തില്ല. എന്നാലും ഇതവിടെ കിടക്കട്ടെ. കാരണം മറ്റൊന്നുമല്ല, ഇതിനകത്ത് മിഥുൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് ഒരുപാട് അമ്മമാരെയും അപ്പോൾ തന്നെ അനുമോള് പറയുന്നുണ്ട് അച്ഛന്മാരെയും എന്ന്. അത് തന്നെ അമ്മമാരെയും അച്ഛന്മാരെയും പുതിയ കുറെ ഓഡിയൻസിനെ
ഈ ബിഗ് ബോസ് ഷോയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അനുമോളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും മിഥുൻ ഏഷ്യാനെറ്റിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിൽ നിന്ന് കിട്ടിയ വിവരമായിരിക്കുമല്ലോ ഇത്. അതുകൊണ്ടാണല്ലോ മിഥുൻ അവിടെ പറഞ്ഞത്, അല്ലാതെ മിഥുൻ കയ്യിൽ നിന്നൊന്നും എടുത്തിട്ട് പറഞ്ഞതല്ലല്ലോ. അപ്പോൾ അനുമോളെ കൊണ്ട് ഏഷ്യാനെറ്റിന് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. ബിഗ് ബോസ് ഷോ നല്ല റേറ്റിംഗിൽ മുന്നോട്ട് പോയി. മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് നല്ല ഹൈ TRP ആയിരുന്നു ബിഗ് ബോസ് ഈ സീസൺ 7. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഓഡിയൻസിന്റെ കാര്യത്തിലും ഒരുപാട് ഓഡിയൻസിനെ ബിഗ് ബോസ് ഷോയിലേക്ക് അടുപ്പിക്കാൻ അനുമോൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് കഴിവ് എന്ന് പറയുന്നത്. അല്ലാതെ വെളി വന്നിരുന്നുകൊണ്ട് PR ആയിരുന്നു, കൂടോത്രമായിരുന്നു എന്നൊക്കെ പറയുന്നവര് ഇതൊക്കെ ഒന്ന് കാണണം. കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. എന്താ വെച്ചാൽ നിങ്ങൾ ഇനിയും കരയുമെന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്ക് ഇതൊന്നും പിടിക്കത്തില്ലല്ലോ. ഒരു സ്റ്റേജ് ഷോയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലോ പങ്കെടുക്കുമ്പോൾ അവിടെ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ കണ്ടന്റുകൾ കൊടുക്കണം. അതിലാണ് ഞാൻ പറഞ്ഞത് നെവിനും അനുമോളും അതിന് മിടുക്കരാണ്. ഈ സ്റ്റാർ സിംഗർ ഫസ്റ്റ് മുതൽ കണ്ടവർക്ക്, സൺഡേയിലെ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അനുമോളും നെവിനും അവിടെ തകർത്ത് വാരി എന്നുള്ളതാണ്. ഈ പറയുന്ന ഷാനവാസ്, അനീഷ്, നൂറ, അക്ബർ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഇവരെല്ലാം സൈഡാക്കിക്കൊണ്ട് അനുമോളും നെവിനുമാണ് അത് തകർത്ത് ആടിയത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു പാട്ടുണ്ട്. ആ പാട്ടിലൊക്കെ നല്ല രസമാണ് കേട്ടോ. സത്യത്തിൽ ആ എപ്പിസോഡ് കാണാത്തവര് അല്ലെങ്കിൽ ആ ലോഞ്ച് എപ്പിസോഡ് കാണാത്തവര് നിങ്ങൾ ഹോട്ട്സ്റ്റാറിലുണ്ട്, നിങ്ങൾ കയറി കാണണം. അതൊന്ന് നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. നല്ല തമാശയും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല പാട്ടുമായിരുന്നു. നല്ല പാട്ടുകാരുമാണ് കേട്ടോ. ഇപ്രാവശ്യം പങ്കെടുക്കുന്നവരൊക്കെ നല്ല പാട്ടുകാരുമാണ്. നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ നല്ല ഇമ്പമുള്ള പാട്ടുകളൊക്കെയാണ് പാടിയത്. നല്ലൊരു എപ്പിസോഡായിട്ട് എനിക്ക് തോന്നി. അതിപ്പോ അനുമോളോ നെവിനോ വന്നത് കൊണ്ടല്ല, പക്ഷെ ഞാൻ ഈ പ്രോഗ്രാം അങ്ങനെ കാണാത്ത ആളാണ്. ഇവരുടെ എല്ലാവരും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് കണ്ടത്. ഇവരെല്ലാം വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് കണ്ടത്. എന്തായാലും കണ്ടന്റ് എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കാണാത്തവർ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹോട്ട്സ്റ്റാറിൽ കയറി കാണണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തെ ഒരു ടാസ്ക് ഞാൻ കാണിച്ചു തന്നിരുന്നു. ആ ടാസ്കിൽ അനുമോളെ അറിഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയതാണ്. നമുക്ക് കൃത്യമായിട്ട് ലൈവ് കണ്ടവർക്കും ഒക്കെ അറിയാം. 24/7 ലൈവ് കണ്ടവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. അനുമോളെ സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഇവര് പ്ലാൻ ചെയ്ത് മാറ്റി നിർത്തിയപ്പോൾ അനുമോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അനുമോൾ കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളായിരുന്നു. എന്നാലും ആ വിഷമം അനുമോൾക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അനുമോൾ തോറ്റു കൊടുക്കാൻ നിന്നില്ല. അനുമോൾ എന്നിട്ടും അവിടെ ഇവരുടെ ടാസ്ക് കഴിഞ്ഞ ശേഷം പെർഫോം ചെയ്തു. അതാണ് ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അതാണ് കണ്ടന്റ് മേക്കർ എന്ന് പറയുന്നത്. അവിടെ എല്ലാവരും മാറ്റി നിർത്തിയപ്പോഴും ആ ടാസ്ക് കഴിഞ്ഞ സമയത്ത് അനുമോളുടേതായ പെർഫോമൻസ് അവിടെ കാണിച്ചു എന്നുള്ളതാണ്. അതെല്ലാവരും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് എടുത്തിട്ട കണ്ടന്റുമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഓടിയ കണ്ടന്റുമാണ്. അതേ കാറ് തന്നെയാണ് അനുമോൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർമ്മ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആര് എന്ത് ചെയ്താലും നമുക്കെതിരെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പുറകിൽ നിന്ന് ആര് എത്ര കളികൾ കളിച്ചെന്ന് പറഞ്ഞാലും അവർ എന്തെല്ലാം പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടേണ്ടത്, നമുക്ക് അത് അവകാശപ്പെട്ടത് നമുക്കാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ വരും എന്നുള്ളതിനൊരു ഉദാഹരണമാണ് അത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യണം, മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.